ഹലോ, വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നറുക്ക് വീണതുപോലെ നമുക്ക് കിട്ടിയൊരു സ്ഥലമായിരുന്നു പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി പണ്ട് മുതലേ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ബീച്ചുകളായിക്കോട്ടെ, അവിടുത്തെ ഫുഡ് സ്പോട്ടുകളായിക്കോട്ടെ, അവിടുത്തെ ആ ഒരു കൾച്ചറായിക്കോട്ടെ, എല്ലാം പണ്ട് മുതലേ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ നേരെ പോയത് ഓറോവില്ല ബേക്കറിയിലേക്കാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഓറോവില്ലയിൽ വളരെ പതിവിലും വ്യത്യസ്തമായിട്ടുള്ള കുറെ കാഴ്ചകളാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് പോണ്ടിച്ചേരിയിലെ ഓറോവില്ലയിലാണ്. സോ ഐ എം നോട്ട് ഷുവർ വൈ ഐ എം ടേക്കിംഗ് ദിസ് വീഡിയോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ഓവർ ഇറ്റ്സ് എ മെമ്മറി. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. സോ ദിസ് ഈസ് എ പ്ലേസ് ഇൻ പോണ്ടി, ഓറോവില്ല. പക്ഷെ നല്ലൊരു മെസ്സേജസ് ആണ് ഇത് കൊടുക്കുന്നത്. ലൈക്ക് ഇന്ത്യ എന്നുള്ളതല്ല, ഓൾ കൺട്രീസിലുള്ള മെൻ ആൻഡ് വുമൺ ആർ ജോയിൻലി ഓർ ഹാപ്പിലി പീസ്ഫുള്ളി ദേ ആർ ലിവിങ് ഇൻ ദിസ് ടൗൺ. അവരുടേതായിട്ടുള്ളൊരു കൾച്ചർ, സംതിങ് ലൈക്ക് ഐ ഫീൽ ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇത് സ്ഥാപിച്ചിട്ടുള്ളത് അരവിന്ദ ഘോഷാണ്. സോ എനിക്കിവിടെ വന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ പുറത്തുള്ളൊരു ഐഡിയൽ എന്താ പറയുക, സ്പിരിച്വലി ഐഡിയൽ ടൗൺ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഇത് ഫീൽ ചെയ്തു. ഇറ്റ്സ് റിയലി ഗുഡ് കൈൻഡ് ഓഫ്. ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. വ്ളോഗ് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നെങ്കിലും പക്ഷേ ഇങ്ങനെ ചിലത് കാണുമ്പോൾ ഷൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല അല്ലേ. സോ നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് ആലമ്പാറ ഫോർട്ടിലേക്കാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു സ്ഥലം. എനിക്ക് തോന്നുന്നു പോണ്ടിച്ചേരി ഞാൻ പോയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്ലേസുകളിലൊന്നാണ് ആലമ്പാറ ഫോർട്ട്. അവിടുത്തെ ബീച്ചിൻ്റെ കളർ, ആ ഒരു പീസ്, പിന്നെ ഫ്രണ്ട്സുമായിട്ടുള്ള കുറേ മൂമെൻറ്റ്സ്, അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ കൂട്ടത്തിലെല്ലാവരും പലതരത്തിലുള്ള രീതിയിലുള്ള ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു പ്ലേസിൻ്റെ ബ്യൂട്ടി എത്രത്തോളം ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പൊല്യൂട്ടഡ് ഒന്നും ആവാത്തൊരു പ്ലേസാണ് ആലമ്പാറ. അപ്പോൾ അധികം ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് പൊല്യൂട്ടഡ് ആവുമോ എന്നുള്ളൊരു തോട്ട് പോലും എനിക്ക് പെട്ടെന്ന് വന്നുപോയി. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും കാണാൻ വേണ്ടി സാധിച്ചു. ശരിക്കും അവിടുത്തെ ഈവനിങ് ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് വി ഫീൽ എലൈവ് എന്നൊക്കെ തോന്നത്തില്ല, അതുപോലുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സോ ടോപ്പ് നോച്ച്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു വ്ളോഗിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഇതിനെക്കുറിച്ചുള്ള കാഴ്ചകളാണ്. അപ്പോൾ അവിടുന്ന് വൈകുന്നേരം തിരിച്ചു വന്നതിന് ശേഷം പോണ്ടിയിലുള്ള തെരുവുകൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ ദൂരമുണ്ട്. അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ അങ്ങനെ പിറ്റേ ദിവസം അജണ്ട എന്ന് പറയുന്നത് സൺറൈസ് കാണുക എന്നുള്ളതായിരുന്നു. സൺറൈസ് പോണ്ടിച്ചേരിയിലുള്ള വൺ ഓഫ് ദ എന്തായാലും നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് സാധാരണ സൺറൈസ് ഒന്നും കേരളത്തിൽ എവിടെയും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴാണല്ലോ ഇത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും സൺറൈസ് കാണണം എന്നുള്ള ഉദ്ദേശത്തോടെ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ സൺറൈസൊക്കെ കണ്ടു. വളരെ അടിപൊളിയായിരുന്നു. പിന്നെ ഈ പോണ്ടിയിലുള്ള വൈറ്റ് ടൗൺ സ്ട്രീറ്റ്സ് ഓഫ് പോണ്ടിച്ചേരി അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. ഒരുപാട് കുട്ടി റോഡുകളുണ്ട്. മറ്റേ സ്വപ്നക്കൂടെ സിനിമ കണ്ടതുപോലെ ഡ്രീം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ വരിക എന്നുള്ളത്. സോ ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് 26 years. എന്താ ചെയ്യുക. അങ്ങനെ ചായ കുടിക്കാൻ പോയ സമയത്ത് പോണ്ടിച്ചേരിയിലെ മുഴുവൻ ആളുകളും ഇവിടെയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചായക്കടയാണ് ഞങ്ങൾ കണ്ടത്. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ചായയും കുടിച്ച് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലവും ഇവിടുത്തെ ആർക്കിടെക്റ്റും ഒക്കെ. അപ്പോൾ എന്തായാലും പോണ്ടി അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ നേരെ തിരിച്ചു. നല്ലൊരു ജേർണി കഴിഞ്ഞ് മടങ്ങുമ്പോൾ എപ്പോഴും മനസ്സിൽ ചെറിയൊരു വിഷമം ഉണ്ടാവും അല്ലേ. കാരണം വീണ്ടും നമ്മൾ റിയാലിറ്റിയിലേക്ക് പോവാണ്, നമ്മൾ വീണ്ടും ജോലി, പഠിത്തം അങ്ങനെയൊക്കെ ആയിട്ട് പോവാണ്. ബട്ട് എനിവേ തന്ന മെമ്മറീസ് അല്ലെങ്കിൽ യാത്രയുടെ മെമ്മറീസ് സൂപ്പറായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കണ്ട എൻ്റെ കൊച്ചു പോണ്ടിച്ചേരി വിശേഷങ്ങൾ. പക്ഷെ ഒരു കാര്യം കൂടെ പറയട്ടെ, സംടൈംസ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്ലേസ് ബട്ട് ദ പീപ്പിൾ ഹൂം വി ട്രാവൽ. ലവ് യു ഓൾ.